എക്സ്മെൻ 97 മാർവലിൻ്റെ ഒരു അനിമേറ്റഡ് സീരീസാണ്. നിലവിൽ 3 എപ്പിസോഡുകൾ മാത്രമാണ് റിലീസായിട്ടുള്ളത്. 10 എപ്പിസോഡുള്ള ഒരു സീരീസ് ആയിരിക്കും ഇത്. അപ്പോൾ എക്സ്മെൻ 97 എന്താണെന്നൊരു തോട്ട് വരും നമുക്ക്. എന്താണ് ഈ എക്സ്മെൻ 97 എന്നുള്ളത്? എക്സ്മെൻ 97 എന്താണ്, അല്ലെങ്കിൽ ആ ഒരു പേര് കൊണ്ടുണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സ്മെൻ ദ ആനിമേറ്റഡ് സീരീസ് എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ടായിരുന്നു. അനിമേറ്റഡ് സീരീസാണ്. 1992 മുതൽ 97 വരെ റിലീസായിട്ടുള്ള ഒരു അനിമേറ്റഡ് സീരീസ്. എക്സ്മാൻ്റെ സ്റ്റോറി പറയുന്ന, ഒറിജിനൽ സ്റ്റോറി പറയുന്ന ഒരു സീരീസായിരുന്നു. ആ ഒരു സീരീസിനെ ഒന്ന് റിവൈവ് ചെയ്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതിൻ്റെ ഒരു ന്യൂവർ വേർഷനാണ് എക്സ്മാൻ 97 എന്ന് പറയുന്ന ഈ ഒരു സീരീസിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഒരു സീരീസ് എവിടെയാണോ തീർന്നത് ആ ഒരു സ്ഥലത്ത് നിന്നായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്നായിരിക്കും ഈ ഒരു സീരീസ് തുടങ്ങുന്നത്. നിലവിലെ 3 എപ്പിസോഡുകൾ അതിഗംഭീരമായിട്ട് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാൻ എക്സ്മാൻ ദ ആനിമേറ്റഡ് സീരീസ് കണ്ടിട്ടല്ല ഈ ഒരു ആനിമേറ്റഡ് സീരീസ് കാണാനായിട്ട് പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മറ്റേത് ഇനി ഞാൻ പോയി കാണേണ്ടി വരും. അതിൽ 6 സീസണിലായിട്ട് 66 എപ്പിസോഡുകളാണ് ആ ഒരു സീസണിലുള്ളത്. അപ്പം അത്രയും വലിയൊരു സീരീസാണ് എക്സ്മാൻ അത് ആനിമേറ്റഡ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറിയുടെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും ഈ ഒരു സീരീസിൽ വരുന്നത്. അപ്പം ഇപ്പം കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡോക്ടർ ചാൾസ് എക്സേവിയർ മരിച്ചതിന് ശേഷമുള്ള സ്റ്റോറി. അപ്പം ജീനും സൈക്ലോണും കൂടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഏറ്റെടുക്കുന്നു. അതിനുശേഷം നമ്മുടെ മാഗ്നെറ്റോ അതായത് എക്സ്മാൻ, അതായത് നമ്മുടെ ചാൾസ് എക്സേവിയർ മരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഫുള്ളി പുള്ളിക്കാണ് കിട്ടുന്നത് എന്നുള്ള രീതിയിൽ വരുന്നു. പുള്ളി വില്ലനിൽ നിന്നൊരു ഹീറോയിലേക്ക് പോകുന്നു. അപ്പം ഇവർക്ക് യൂഷ്വലി വരാറുള്ള പോലെ തന്നെ വലിയ വലിയ കൊടൂരമായിട്ടുള്ള വില്ലന്മാർ വരുന്നു. ഇവർ ആ ഒരു വില്ലന്മാരെല്ലാം എങ്ങനെയാണ് സർവൈവ് ചെയ്യുക എന്നുള്ളതും, വേൾഡിനെ എങ്ങനെ സർവൈവ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ രക്ഷിക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സീരീസിനകത്ത് കാണിച്ചു പോകുന്നത്. അപ്പം ആനിമേറ്റഡ് സീരീസ്, മാർവൽ ആനിമേറ്റഡ് സീരീസ് എന്നുള്ള ആ ഒരു സാധനം വരുമ്പം നമ്മൾ ഭയങ്കര പ്രതീക്ഷയോടാണ് ഇരിക്കുന്നത്. മാർവലിൻ്റെ വാട്ട് ഇഫ് എന്നുള്ള ആനിമേറ്റഡ് സീരീസ് ഭയങ്കര എക്സ്പെക്റ്റേഷനും ഭയങ്കര ഹൈപ്പുമായിരുന്നു. അതിനൊത്ത ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നൊരു സീരീസ് കൂടിയാണ്. ഇതിനകത്ത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നമ്മൾ കാണാത്തൊരു സാധനം, മാർവൽ ആനിമേഷൻ എന്നുള്ള ഒരു ടാഗ് ലൈനോട് കൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈറ്റിലോട് കൂടിയാണ് ഈ ഒരു സാധനം വരുന്നത്. അപ്പം ഒരു വെറൈറ്റി അനുഭവം തരും എന്നുള്ള പ്രതീക്ഷയിലാണ് പോയി കാണുന്നത്. 3 എപ്പിസോഡേ ഉള്ളൂവെങ്കിലും 3 എപ്പിസോഡും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഫീൽ ചെയ്തത്. ഈ ഒരു സ്റ്റോറിയുടെ കൂടുതൽ ഡെപ്തിലേക്ക് അറിയണമെങ്കിൽ ഇനി ആ ഒരു 6 സീസൺ നമ്മൾ കാണേണ്ടി വരും. എക്സ്മാൻ ദ ആനിമേറ്റഡ് സീരീസ് എന്ന് പറയുന്ന ഒറിജിനൽ സീരീസ് കണ്ടതിന് ശേഷം ഇത് കാണുന്നതായിരിക്കും കുറച്ച് ബെറ്റർ ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ നമ്മൾ കുറേ സ്റ്റോറി മിസ് ചെയ്യുന്നതായിട്ടും, നമ്മളിപ്പം യൂഷ്വലി കണ്ട ഒരു എക്സ്മാൻ ഫീൽ അല്ല, ആ ഒരു സ്റ്റോറി അല്ല ഇതിനകത്ത്. ആനിമേറ്റഡ് സീരീസ് എന്ന് പറയുമ്പം വേറൊരു ടൈം ലൈനിൽ നടക്കുന്ന വേറൊരു എക്സ്മാൻ്റെ സ്റ്റോറി ആയിരിക്കുമല്ലോ കാണിക്കുന്നത്. മാർവലാണ്. ഒരുപാട് ടൈം ലൈനുകളും ഒരുപാട് ക്യാരക്ടർ ഡിഫറൻസുകളും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് എന്ത് സ്റ്റോറി വേണമെങ്കിലും ഏത് ടൈം ലൈനിൽ വേണമെങ്കിലും കാണിക്കാം. അതുകൊണ്ട് തന്നെ ഒറിജിനൽ ലൈവ് ആക്ഷനിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു സ്റ്റോറി എല്ലായിരിക്കും ഇതിനകത്ത് കാണിച്ചിരിക്കുന്നതും. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ബോറടിക്കില്ല. അപ്പം അതിനേക്കാളും കുറച്ചും കൂടെ ഡെപ്തായിട്ട് ഇതിൻ്റെ ഒരു സ്റ്റോറിയും ടൈം ലൈനിനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് മാർവൽ ശ്രമിക്കും എന്നാണ് തോന്നുന്നത്. ഇറങ്ങിയ 3 എപ്പിസോഡുകൾ അതിഗംഭീരമാണ്. കാരണം നമുക്കൊരു ഫസ്റ്റ് എപ്പിസോഡ് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു സീരീസാണ്. അതേപോലെ തന്നെ മാർവലിൻ്റെ ആനിമേഷൻ പോലെ തന്നെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സ്റ്റോറി ലൈനും എല്ലാം സൂപ്പറാണ്. ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ആക്ഷൻ പാക്ഡായിട്ടുമാണ് ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എക്സ്മാനിലെ നമുക്ക് ഇപ്പോൾ വോൾവറിനെയും സ്ട്രോമിനെയും എല്ലാവരെയും നമുക്ക് ഒന്നും കൂടെ കാണാനുള്ള ഒരു അവസരം ഈ ഒരു സീരീസ് കാണുന്ന സമയത്ത് കിട്ടും. നിങ്ങളെന്തായാലും ആ ഒരു ആദ്യത്തെ എക്സ്മാൻ ദ ആനിമേറ്റഡ് സീരീസ് ഒന്ന് കണ്ടിട്ട് വന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾ അത് കാണാതെ ഇത് കണ്ടാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് സ്റ്റോറി മിസ് ചെയ്യുന്നേ ഉള്ളൂ. ഇത് ഇപ്പം ഇൻഡിവിജ്വൽ സ്റ്റോറി എന്ന് ഞാൻ പറയില്ല. കാരണം അവരതിനെ റിവൈവ് ചെയ്യാനായിട്ട് തന്നെ, ആ ഒരു പഴയ സീരീസിനെ റിവൈവ് ചെയ്യാനായിട്ട് തന്നെയാണ് ഈ ഒരു സീരീസ് ഇറക്കിയിരിക്കുന്നത്. അപ്പം കണ്ടിന്യൂവേഷൻ കൂടിയാണ്. അതുകൊണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്റ്റോറി മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.